ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ, to make ready a people prepared from the Lord, a people prepared from the Lord. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുക. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ്. അതിലൊന്നാമതായി നാം കണ്ടു ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Prepare to have an encounter with God. ദൈവം നൽകുന്ന എൻകൗണ്ടറുകളും നാം ദൈവത്തിന്റെ മുമ്പാകെ പ്രിപ്പയർ ചെയ്ത് വാങ്ങിയെടുക്കുന്നതായ ഒരു എൻകൗണ്ടർ. രണ്ടാമതായി നാം കണ്ടു ഇസ്രായേലിന് മരുഭൂമിയിലെ സമാഗമന കൂടാരത്തിൽ നൽകപ്പെട്ട സമാഗമന കൂടാരത്തിൽ 7 ദീപങ്ങൾ നേരെ നിന്ന് കത്തുന്ന നിലവിളക്കിനെ സൂര്യൻ അസ്തമിച്ചിരുട്ടാവുന്ന സമയം തുടങ്ങി പിറ്റേന്നാൾ കാലത്ത് സൂര്യൻ ഉദിക്കുന്നത് വരെയും അത് കത്തിക്കൊണ്ടിരിക്കേണ്ടതിന്, ഇരുട്ട് വ്യാപരിക്കാതെ പ്രകാശം ജ്വലിക്കേണ്ടതിന് പുരോഹിതന്മാരിൽ ആരെങ്കിലും ഒരാളല്ല, മഹാപുരോഹിതൻ തന്നെ നിത്യം അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കണം, എല്ലായ്പ്പോഴും അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കണം. കത്തേണ്ടത് രാത്രി മുതൽ രാവിലെ വരെയാണ്, പക്ഷെ അത് ഒരുക്കേണ്ടത് പകല് വേളയിലാണ്. ഇരുട്ട് വരുമ്പോൾ, രാത്രി സന്ധ്യയാകുമ്പോൾ മഹാപുരോഹിതനകത്ത് പോയി ഈ വിളക്കൊരുക്കാൻ കഴിയത്തില്ല. സൂര്യനുള്ള സമയത്ത് മുഴുവനും അഹരോൻ എന്ത് ചെയ്യുകയാണ്? അഹരോൻ ഈ നിലവിളക്കിനെ, മെനോറയെ ശുദ്ധീകരിച്ച് അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മെനോറയുടെ നടുത്തണ്ടിൽ ഒഴുകുന്ന എണ്ണ അത് 6 ശാഖകളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന് നിഴലായി സമാഗമന കൂടാരം നിലവിളക്കിനെ പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മവിവശതയിൽ യോഹന്നാൻ്റെ അടുക്കൽ കർത്താവ് പറഞ്ഞു, യഹൂദനായിരിക്കുന്ന നീ ആലയത്തിൽ വിളക്ക് കാണുമ്പോൾ അത് മിശിഹായിക്ക് നിഴലായിട്ടാണ് പഠിച്ചത്. എന്നാൽ ആലയത്തിൽ നീ ഒരു നിലവിളക്ക് മാത്രം കാണുമ്പോൾ ഇതാ ഞാൻ നിന്നെ 7 നിലവിളക്കുകൾ കാണിക്കുന്നു. നിലവിളക്കുകളായി ക്രിസ്തു സഭയെ തൻ്റെ വെളിച്ചമായി, ആ ക്രിസ്തുവിൻ്റെ വിളക്ക് എന്നുള്ള ആ അധികാരത്തെ സഭയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്.
ഈ വിളക്ക് കത്തുമ്പോൾ സംഭവിക്കുന്നത് വെളിച്ചം ഇരുട്ടിനെ നീക്കിക്കളയുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം ഓർത്തത് ഇരുട്ടിൻ്റെ വിവിധങ്ങളായ ഏതാണ്ട് 10-ലധികം വിഷയങ്ങളെ നാം കാണുകയും അവയെ നാം കീഴ്പ്പെടുത്തി പ്രാർത്ഥിച്ചു കയറുകയുമായിരുന്നു. ഇന്ന് പകൽക്കാലം മൂന്നാമത്തെ ഒരുക്കത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സംഖ്യാപുസ്തകം 31-ാം അധ്യായം, സംഖ്യാപുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. സംഖ്യാപുസ്തകം മതി. നാം ഇവിടെ നമുക്കൊരു ഒരുക്കത്തെ കാണുവാൻ കഴിയും. ഞാൻ ഒരുക്കത്തിലേക്ക് വരികയാണ്. ഇവിടെ മോശ ജനത്തോട് സംസാരിച്ചു. മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിന് ഒരുക്കുവിൻ. ഇവിടെ ഒരു ഒരുക്കത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ്? അവസാനത്തെ 2 വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചേ. യുദ്ധത്തിന് ഒരുങ്ങുവീൻ എന്ന് പറയുകയാണ്. യുദ്ധത്തിന് ഒരുങ്ങുവീൻ, യുദ്ധത്തിന് ഒരുങ്ങുവീൻ, യുദ്ധത്തിന് ഒരുങ്ങുവീൻ. ഈ യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് പറയുമ്പോൾ, ഇവിടെ യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഇത് പാളയം മുഴുവനുമായിട്ട് യുദ്ധത്തിൽ നിന്ന് ഒരുങ്ങുവാനല്ല പറയുന്നത്. നിങ്ങളിൽ നിന്ന് ആളുകളെ, അത് മലയാളത്തിൽ നിങ്ങളിൽ നിന്ന് ആളുകളെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമായി പറയുന്നത് some of yourselves under the wall. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, 2025 ക്രൈസ്തവ ലോകത്തിൽ എല്ലാവർക്കും യുദ്ധം ഇല്ല. പകരം മിഥ്യാന്യരോട് ദൈവത്തിന്റെ പ്രതികാരം നടത്തുവാൻ തക്കവണ്ണം some of yourselves, ദൈവസന്നിധിയിൽ ദൈവം ചിലരെ മാത്രമാണ് യുദ്ധത്തിനായി തിരഞ്ഞെടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മഹതിയായ ബാബിലോണിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. ആ ബാബിലോണിനെ കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അവൾ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. 10 രാജാക്കന്മാർ അധികാരം പ്രാപിച്ച് കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞാടുത്താൽ തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും വിശ്വസ്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി അവനെ ജയിക്കും എന്ന് പറയുകയാണ്. അതെയാൽ ആ പൈശാചിക സ്പിരിച്വൽ വാർഫെയറിൽ അവിടെ നിൽക്കുന്നത്, കർത്താവിനോടുകൂടെ നിൽക്കുന്നത് എല്ലാവരുമല്ല, വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ. ഞാൻ ഒന്നാമതായി ദൈവജനത്തോട് പറയട്ടെ, ക്രൈസ്തവ ജീവിതത്തിൽ എല്ലാവർക്കും യുദ്ധം ഇല്ല. That is the reality. പകരം ആർക്കേ യുദ്ധമുള്ളൂ? വിളിക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവനും സ്തോത്രം, ആമേൻ, വിശ്വസ്തന് മാത്രമേ യുദ്ധമുള്ളൂ. നിന്റെ മുകളിൽ ഒരു വിളി ഉണ്ടെങ്കിൽ നിനക്കൊരു യുദ്ധമുണ്ട്. നിന്റെ മുകളിൽ വിളിക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നിനക്കൊരു യുദ്ധമുണ്ട്. തെരഞ്ഞെടുപ്പിനപ്പുറം ഒരു വിശ്വസ്തതയുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ ഏൽപ്പിക്കാൻ ഒരു യുദ്ധമുണ്ട്. നീ ദൈവത്തിന്റെ പടക്കപ്പലിൽ, നീ ദൈവത്തിന്റെ സൈന്യത്തിൽ അവൻ ഒരു അംഗമായി മാറുകയാണ്. ഇന്ന് പകൽക്കാലം ഇന്നലെ ആരാധനയിൽ ഞാൻ ഓർമ്മിച്ചല്ലോ, നമ്മുടെ അഭിഷേകമാണ് നമ്മുടെ യുദ്ധത്തിന്റെ ഒരു കാരണം. ഇന്ന് പകൽ ഞാൻ പറയും, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ദൈവത്തോടുള്ള നമ്മുടെ പാഷൻ, ദൈവത്തോടുള്ള നമ്മുടെ തീക്ഷ്ണതയുമാണ് നമ്മുടെ യുദ്ധത്തിന് കാരണം. അതെയാണ് യുദ്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ദൈവത്തിന്റെ എന്നോടുള്ള ഒരു നീരസത്വം നിങ്ങൾ കരുതരുത്. അത് എന്റെ വിളിയാണ്, തെരഞ്ഞെടുപ്പാണ്, അതെന്റെ അഭിഷേകമാണ്, അതെന്റെ വിശ്വസനെന്ന് കണ്ട് ദൈവം എന്നെ പടക്കപ്പലിൽ കയറ്റിയിരിക്കുകയാണ് എന്ന ഒരു ധൈര്യവും സന്തോഷവും വേണം. ഞാൻ ആവർത്തിക്കട്ടെ, യുദ്ധങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം
ദൈവത്തെ തള്ളിക്കളഞ്ഞു, ദൈവത്തിനോട് പ്രിയമില്ല എന്ന് നിങ്ങൾ അധൈര്യപ്പെടരുത്. പകരം യുദ്ധങ്ങൾ അത് നമ്മളുടെ ഒരു പ്രിവിലേജാണ് എന്ന് തന്നെ നമ്മൾ കാത്തുകൊള്ളണം. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിന്റെ അടുക്കൽ പറഞ്ഞു, പടശേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് സ്തോത്രം. ആകയാൽ നീ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സഹോദരങ്ങളെ, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ മലയാള ബൈബിളിൽ യുദ്ധത്തിന് ഒരുങ്ങുവിൻ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് എങ്ങനെയാണ് ഒരുങ്ങുന്നത്, ആ യുദ്ധത്തിന് ഒരുങ്ങുന്നതിനെ കുറിച്ച് ഇംഗ്ലീഷ് വേർഷൻ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ആർം യുവർസെൽഫ് എന്നാണ് പറയുന്നത്. നിങ്ങളെ തന്നെ ആയുധവൽക്കരിക്കുക എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് യുദ്ധത്തിന് ഒരുങ്ങുന്നത്? ഞാൻ രാത്രിയിലൂടെ പക്ഷേ സഞ്ചരിക്കേണ്ടി വരും. യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് പറയുമ്പോൾ യുദ്ധത്തിലുള്ള ഒരുക്കത്തെ അവിടെ പറയുന്നത് ആർം യുവർസെൽഫ് എന്നാണ് പറയുന്നത്. സംഖ്യാ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരുക്കം ഒരു അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അപ്പൊ ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം, സ്തോത്രം, നിങ്ങൾ ആയുധങ്ങളെ ധരിച്ച് പുറപ്പെടുക എന്നുള്ളതാണ്. എന്റെ സഹോദരങ്ങളെ, ഇസ്രായേലിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി പുറപ്പെട്ടു എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരായി പുറപ്പെട്ടു എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. വാഗ്ദത്തത്തിലേക്ക് കടന്നു പോകുന്നവർ അവൻ വീണ്ടെടുക്കപ്പെട്ടവനായി കടന്നുപോയാൽ പോരാ, അവർ യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. യുദ്ധസന്നദ്ധനായി കടന്നു പോകുന്നവന് മാത്രമേ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായി 3 സംഗതികൾ ഉണ്ടായിരിക്കണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായി അതിനെ 2ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അത് നന്നായി അതിന് 3ആയി നമുക്ക് തിരിച്ചു പഠിക്കുവാൻ കഴിയും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. അതിനെ ഒറ്റ വാക്കിൽ പറയാം, എംപവർ എന്ന് പറയാം. സ്തോത്രം. ആകയാൽ യുദ്ധത്തിനായി ഒരുങ്ങുമ്പോൾ ആരംഭത്തിൽ അവൻ എന്ത് ചെയ്യപ്പെടണം? പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ അവൻ എന്ത് ചെയ്യപ്പെടണം? ശക്തിപ്പെടണം. ഇനി 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ആമേൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളീൻ എന്ന് പറയുകയാണ്. കണ്ടോ, ഒന്നാമതായി ശക്തിപ്പെടുക, രണ്ടാമതായി ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഇനി 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എക്വിപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന് തന്നെ 2 തലങ്ങളുണ്ട്. ഒരു സ്പിരിച്വൽ വാർഫെയറിലേക്ക് നമ്മുടെ ടീം പോവുകയാണെങ്കിൽ ആ വിഷയത്തെ വിശദീകരിച്ചെടുക്കാം. എക്വിപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ 11-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ സർവായുധ വർഗത്തെ ധരിച്ചുകൊള്ളുക എന്ന്. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 13-ാം വാക്യത്തിൽ പറയുന്നത് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. 11-ാം വാക്യത്തിൽ ധരിക്കുവാൻ പറയുന്നു, പക്ഷെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എടുത്തുകൊള്ളുവാൻ പറയുന്നു. അതായത് ഒരു മനുഷ്യൻ എക്വിപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ധരിക്കേണ്ടതായ ആയുധവർഗം, 2 എടുക്കേണ്ടതായ ആയുധവർഗം. അതിന് തുടർന്ന് നാം വായിക്കുമ്പോൾ 6 വിധമായ ആയുധങ്ങളെ അവിടെ പറയുമ്പോൾ അതിനെ 2ആയി നമുക്ക് കാണുവാൻ കഴിയും. ചിലത് ധരിക്കേണ്ടതും ചിലത് എടുക്കേണ്ടതുമാകും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 10-ാം അധ്യായത്തിൽ നിങ്ങൾ ശക്തരാകണമെന്നും 11-ാം അധ്യായത്തിൽ നിങ്ങൾ ആയുധവർഗം ധരിക്കണമെന്നും 13-ാം വാക്യത്തിൽ നിങ്ങൾ ആയുധവർഗം എടുക്കണമെന്നും പറയുന്നു. ശക്തിപ്പെടുക, ധരിക്കുക, എടുക്കുക. എന്നിട്ട് 14-ാം വാക്യം തുടങ്ങിയ ആയുധവർഗങ്ങളെ 6 ആയുധവർഗങ്ങളെ കുറിച്ച് പറയുകയാണ്. 14-ാം വാക്യത്തിൽ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക, അതെന്ത് ചെയ്യുകയാണ്? ധരിക്കുന്ന ആയുധവർഗമാണ്. അടുത്തതായിട്ട് പറയുകയാണ് നീതി എന്ന കവചം ധരിക്കുക, അതും ധരിക്കുന്നതായിട്ടുള്ള ആയുധവർഗമാണ്. അടുത്തത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കി, അതും ധരിക്കുന്നതാണ്. ഈ 3 കഴിഞ്ഞിട്ട് ധരിച്ചതിന് മീതെ
ധരിച്ചതിന് മീതെ, അതാണ് ഈ മൂന്നെണ്ണം ധരിച്ചിട്ട് പറയുകയാണ്. എല്ലാറ്റിനും മീതെ, ധരിച്ചതിന് മീതെ, സ്തോത്രം, ധരിച്ചതിന് മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. വിശ്വാസം ധരിക്കുകയാണോ? വിശ്വാസം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ധരിക്കപ്പെട്ടത് എപ്പോഴും ഒരു മലയാളിയുടെ ജീവിതത്തിൽ കാണും. പക്ഷേ എടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താഴെ വെക്കാം. അതാണ് വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതാണ് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുകയും ചിലപ്പോൾ നമ്മൾ സംശയിക്കുകയും ചെയ്യുന്നത്. വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പി. എന്നിട്ട് അടുത്തതായി പറയുകയാണ്, രക്ഷ എന്ന ശിരസ്ത്രത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. അടുത്തത് ദൈവവചനം എന്ന വാളിനെയും നിങ്ങൾ കൈക്കൊള്ളണം. സ്തോത്രം. ഇവിടെ 3 ആയുധവർഗത്തെ കാണാം. സ്തോത്രം. അവിടെ നമുക്ക് കാണുമ്പോൾ സ്തോത്രം, സത്യത്തെ കെട്ടുക, കവചത്തെ ധരിക്കുക, ചെരുപ്പ്. കവചം, അരക്കച്ച, ചെരുപ്പ്, ഇത് 3 ധരിക്കുന്നതാണ്. പരിച, വാള്, ഹെൽമെറ്റ്, ഇത് 3 ഒരു ദൈവപൈതൽ എടുക്കേണ്ടതാണ്. എടുക്കേണ്ട ആയുധവർഗവും ധരിക്കേണ്ട ആയുധവർഗവും ശക്തിയും, ഇത് 3 കൂടെ ചേരുമ്പോഴാണ് ഒരു ദൈവപൈതൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. ഇവിടെ പറയുന്ന ഭാഗം ഇതാണ്. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിച്ചു, ജനത്തോട് സംസാരിച്ചു. മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിനായി ഒരുക്കുക എന്ന് പറയുകയാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ആ ഒരു യുദ്ധത്തെ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ, ഈ യുദ്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈ യുദ്ധത്തിന് 3 ഈ യുദ്ധത്തെ കുറിച്ച് പറയുന്നത്, ഈ യുദ്ധത്തെ കുറിച്ച് പറയുന്നത് സ്തോത്രം, ഈ യുദ്ധത്തെ യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അപ്പൊ ഈ യുദ്ധം ആരുടെ യുദ്ധമാണ്? ഇത് ഇവരുടെ പേഴ്സണൽ വാർഫെയർ ആയിട്ടല്ല പറയുന്നത്, പകരം ഇത് ദൈവത്തിന്റെ വാർഫെയർ ആയിട്ടാണ് പറയുന്നത്. ഞാനൊരു സാഹചര്യം ദൈവമക്കളോട് പറയാം. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ദൈവം അവരോട് എന്താണ് പറഞ്ഞത്? സ്തോത്രം, നിങ്ങൾ യുദ്ധം യഹോവയ്ക്കുള്ളതല്ലയോ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ചെങ്കടൽ തീരത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ ജനത്തിന്റെ യുദ്ധം ആരേറ്റെടുത്തു? ദൈവം ഏറ്റെടുത്തു. പക്ഷെ നാളുകൾ മുമ്പോട്ട് പോയി മരുഭൂമിയിലെത്തിയപ്പോൾ ദൈവത്തിന്റെ യുദ്ധം ജനം ഏറ്റെടുക്കുകയാണ്. ഞാൻ ഒരിക്കലും കൂടെ പറയാം, രക്ഷിക്കപ്പെട്ടപ്പോൾ ജനത്തിന്റെ യുദ്ധം ദൈവം ഏറ്റെടുത്തു. പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ യുദ്ധം ജനം ഏറ്റെടുക്കുകയാണ്. ഇന്ന് പകലിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ അടുക്കൽ ഞാൻ ചോദിക്കാം, 2025 എന്റെ യുദ്ധം ദൈവം ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമോ, അതോ ദൈവത്തിന്റെ യുദ്ധങ്ങളെ ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയുമോ? നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് സമയം എത്രയായി? നാം സ്നാനപ്പെട്ടിട്ട് കാലം എത്രയായി? നമ്മുടെ മേൽ അഭിഷേകം ഇറങ്ങിയിട്ട് നാളുകൾ എത്രയായി? ഇനിയും ദൈവം എന്റെ യുദ്ധമെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ചുമ്മാതിരിക്കുന്നവരല്ല നമ്മൾ, പകരം ദൈവത്തിന്റെ യുദ്ധങ്ങളെ ഏറ്റെടുക്കുക എന്ന്. എന്റെ സഹോദരങ്ങളെ, സ്തോത്രം, അബീഗയിൽ ദാവീദിനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. ഈ ദൈവം യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. എന്താണ് കാരണമെന്നറിയാമോ? യഹോവയുടെ യുദ്ധങ്ങളെ അല്ലയോ യജമാനൻ നടത്തുന്നത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, യുദ്ധത്തിന് ഒരുങ്ങുന്ന ഒരു ദൈവപൈതലിന്റെ ഗ്രഹത്തെ ദൈവം പണിയോ. ഈ 2025 സ്വസ്ഥമായി എന്നും സന്ധ്യയാകുമ്പോൾ കയറിക്കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സമാധാനമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെ അല്ല നമ്മൾ കൊതിക്കേണ്ടത്. രാത്രിയുടെ യാമങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർന്നിരുന്ന അന്ധകാര മണ്ഡലങ്ങളോട് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, ഒരേ യുദ്ധം 3 തലത്തിലേക്ക് കടന്നു വരാം. ഒരേ യുദ്ധം 3 തലത്തിൽ കടന്നു വരാം. അതിനായി ഞാൻ നിങ്ങളെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരികയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വിഷയം ചിലരെ പേഴ്സണലി തൊടുന്ന ഭാഗമായി പരിശുദ്ധാത്മാവിനെ പ്രബോധിപ്പിക്കുന്നു.
സ്തോത്രം സ്തോത്രം സ്തോത്രം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇപ്പോൾ യുദ്ധം ആരും തമ്മിലാണ്? അമാലേക്കും ഇസ്രായേലും തമ്മിൽ, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതൊരു ഇന്റർനാഷണൽ വാറാണ്. പക്ഷേ ഈ വാക്യങ്ങൾ തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 15-ാം വാക്യം, യഹോവ ഇസ്രായേലിന്റെ കൊടി. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അല്ല, യഹോവ എന്റെ കൊടി. അപ്പൊ യുദ്ധം ആരുടേതായിരുന്നു? മോശയുടേതായിരുന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ യുദ്ധം ആരുടേതായിരുന്നു? ഇസ്രായേലിൻ്റെതായിരുന്നു. പക്ഷെ മുൻപോട്ട് വന്നപ്പോൾ ഒരാളുടെ വിഷയമായി തീർന്നു. ആരുടെ വിഷയം? മോശയുടെ വിഷയം. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തിൽ ആരോടോ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കുടുംബത്തിന് നേരെ ഉയർന്ന യുദ്ധമാ. പക്ഷെ ഇന്നത് ടാർഗറ്റ് ഇട്ടേക്കുന്നത് നിന്നെ ഒരുത്തനെ മാത്രമാ, നിന്നെ ഒരുത്തിയെ മാത്രമാ. യുദ്ധം നിന്റെ കുടുംബത്തിനെതിരെയാ. തലമുറയായി നിന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ഒരു ശക്തി ഇപ്പോൾ പക്ഷേ ഫേസ് ടു ഫേസ് നിൽക്കുന്നത് നിനക്കെതിരെയാണ്. ഇന്ന് പകൽ നിന്നെ തകർത്താൽ നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന്, നിന്നെ ഇല്ലാതാക്കിയാൽ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാമെന്ന്. Larbala Harsana Ragajana Ralta Talbara Prabahajia Atalama Nagachara Praudara Ralbara Pravashia Ral Saredia Parisutadmavine Shakti Irikia Yuddhatinorigico Ida Israel Amalek and Tamilula Yuddhamala Ida Amalek Ni and Tamilula Yuddhama E Yuddhatil Yedire Nilkunadori Rashtrava Pashe Ovida Nilkunad ഒരൊറ്റ മനുഷ്യനോ Arbala Harbana Ralbara Ragajia Rabala Vaidara Arthana Jabaria Raba Saba Pravadia Ralbara Pravajana Arthana Mana Gadiada Arthana Mana Jambara Vaidajari Gadaga Saba Pravaria. Holy Spirit. എൻ്റെ സഹോദരങ്ങളെ, ആദ്യം ആരും തമ്മിലായിരുന്നു യുദ്ധം. ഒരു രാഷ്ട്രവും വേറെ ഒരു രാഷ്ട്രവും തമ്മിൽ, ഒരു രാജ്യവും വേറെ ഒരു രാജ്യവും തമ്മിൽ. പക്ഷെ ഇപ്പൊ യുദ്ധം ആരും തമ്മിലായി, ഒരു രാജ്യവും ഒരു മനുഷ്യനും തമ്മിലായി. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, സൈറ്റനിക് കിങ്ഡം വേഴ്സസ് യു. നീയും പൈശാചിക രാജ്യവും എതിരായി ഫേസ് ടു ഫേസ് ഒരു യുദ്ധമണ്ഡല നിന്റെ മുൻപാകെ തുറന്നു കിടക്കുമ്പോൾ ഒരു യാഗപീഠം പണിയപ്പെടുകയാണ്. യഹോവ ഒരു രാജ്യത്തിന്റെ കൊടിയെന്നല്ല, പേഴ്സണൽ ബാനർ. ഇന്ന് പകൽ നീ ഒരുങ്ങിക്കോ, ദൈവം നിനക്ക് ഒരു പേഴ്സണൽ ബാനർ ആയിരിക്കും. Roba Pravasiha Dera Jera Dera Raba Proudabal Tanadia. The Lord is my personal banner. വ്യക്തിപരമായി നിനക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ, നീ ഒറ്റപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ഒരു കൊടിയായി ഉയർന്നു നിൽക്കാൻ. Labara Sardania Valkatalia Ralba Talba Talbaria Riba Janabadia Artolia Bara Saba Pravani Riba La Hartania Ralabara Batania Ralbana Pravadia Ralbana Pravajana Arte. Holy Spirit, Holy Spirit, Holy Spirit. Larma Hasia Yeshua Stotra Yeshua Stotra Yeshua Stotra Yeshua Stotra Yeshua Stotram Stotram Stotra Stotram 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 Stotra Stotram 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 Stotra Shabalagada Majara ba Prouda Bartanadi Ralba Talba Talba Rasiadera. Jesus
ജീസസ് ജീസസ് ജീസസ്. രാൽക്കൽമര പ്രവാസിയ രധുനിവര ഹസ്മിയാര ഹസ്കരാദിയ രാൽക്കൽമാജനം പ്രവാദിയ രാൽക്കൽമനാദി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഒരു രാഷ്ട്രവും ഒരു മനുഷ്യനും തമ്മിലായി മാറ്റപ്പെട്ടോ. ലാൽക്കൽബര ജനാദിയ അടനമ രകം ജനം പ്രൗഢവാർത്ഥനാദി റിഗല ബൗഡി പ്രവാസിയ അറ പ്രവാസിയ കാർത്തേനിയ. ഒരു കിങ്ഡം മുഴുവൻ, ഒരു ഡിമോണിക് കിങ്ഡം മുഴുവനോ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുകയാണ്. റാൽക്കൽബനാദി. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ മോശ ഒരു യാഗപീഠം പണിതിട്ട് അതിനകത്തൊരു വാക്ക് വിളിച്ചു പറഞ്ഞു, യഹോവ ഈ രാഷ്ട്രത്തിന് കൊടിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ യഹോവ എനിക്ക് കൊടിയാ. അപാര കട്ടരാദിയ റാൽക്കൽബരാദി. ഒരു മനുഷ്യന് വേണ്ടി ഉയർത്തപ്പെടുന്ന കൊടി. അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. റാൽബ പ്രവാനി. പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അന്ധകാര ബല, പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അന്ധകാര ബല ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ arm yourself, empower yourself, equip yourself. Thalbana kataradi ജീബാല റമഹസ്യാരാധന. യുദ്ധം ആരും തമ്മിലായിരുന്നു, ഒരു രാഷ്ട്രവും വേറെ ഒരു രാഷ്ട്രവും തമ്മിൽ. പക്ഷേ യുദ്ധത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ യുദ്ധം ആരും തമ്മിലായി. മോസസ് വേഴ്സസ് അമാലേക്ക്. അമാലേക്ക് വേഴ്സസ് ഇസ്രായേൽ എന്നുള്ളത് മാറി മോസസ് വേഴ്സസ് അമാലേക്ക് എന്നായി. എന്നാൽ ആ യുദ്ധത്തിനൊരു മൂന്നാം ഘട്ടമുണ്ട്. മോശയുടെ അടുക്ക ദൈവം പറഞ്ഞു, മോശേ നീ ഒരു പുസ്തകം എടുക്ക. ആമേൻ. നിന്റെ മനസ്സിൽ പറഞ്ഞു, ആമേൻ, ദ പേഴ്സണൽ വാർ, ഒരു രാഷ്ട്രം നിനക്കെതിരായി നിൽക്കുന്നുവെന്ന് അല്ലേ? പക്ഷെ നീ ഒരു പുസ്തകം എടുത്ത് എഴുതി വെച്ചോ. മോശേ, ഇനിയും അമാലേക്ക് നിനക്കെതിരെയല്ല യുദ്ധം ചെയ്യുന്നത്. പകരം രഫീദീമിൽ നീ കണ്ടതേ അമാലേക്ക് ഇങ്ങോട്ട് വന്ന് ആമേൻ ഇസ്രായേലിനെ യുദ്ധം ചെയ്യുന്ന. ഇവിടെ അറ്റാക്കീവ് മോഡിൽ ആരാ? ആമേൻ അമാലേക്ക്. ഡിഫൻസീവ് മോഡിൽ ആരാ? ഇസ്രായേല്. ഇങ്ങനെയാണ് രണ്ട് സ്റ്റേജ് യുദ്ധത്തിൻ്റെത് കഴിഞ്ഞത്. പക്ഷെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോ, അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോ, അതിന്റെ 16-ാം വാക്യത്തിൽ പറയുക, യഹോവയുടെ സിംഹാസനത്തിനാണ് ഈ യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയാ യുദ്ധമുണ്ട് എന്ന് പറയുകയാണ്. ആമേൻ ആമേൻ. ദ ലോർഡ് വിൽ ഹാവ്. അങ്ങനെയെങ്കിൽ വാർഫെയറിന്റെ മൂന്നാമത്തെ തലത്തിൽ എങ്ങനെയായി? യഹോവ യാഹ്വേ വേഴ്സസ് അമാലേക്ക്. ഇന്ന് പകൽക്കാല യുദ്ധത്തിൽ നിന്റെ പേരിനെ വെട്ടി പകരം അവിടെ ദൈവം തന്റെ പേരെഴുതുകയോ. ദൈവം നിന്റെ പേരിനെ വെട്ടാൻ പോവാ. ചിലയിടത്തുനിന്ന് ദൈവം നിന്റെ പേരിനെ എടുത്തു മാറ്റാൻ പോവാ. പകരം ദൈവം തന്റെ സ്വന്തം പേര് അവിടെ എഴുതി വെക്കാൻ പോവുകയാ. The warfare is between Yahweh versus Amalek. ഇനി നീയല്ല, ദൈവമാ. സൽബര കഥാലിയ റബ പ്രവാരിയ പ്രവചന അർത്ഥന പ്രവാചകട ഗലഗടകർത്തനാദിയ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ, ആമേൻ, ഡിജിറ്റലിലല്ല ബൈബിളിൽ പ്രിന്റഡ് വേർഷനിൽ നിങ്ങൾ നോക്കിയാൽ 8 തുടങ്ങി 16 വരെയുള്ള ആമേൻ വാക്യങ്ങളെ ഒരൊറ്റ പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുക. ആ പാരഗ്രാഫിൻ്റെ ആരംഭത്തെങ്കിൽ അമാലേക്ക് അറ്റാക്കിംഗ് മോഡിലോ ഇസ്രായേൽ ഡിഫൻസീവ് മോഡിലോ ആയിരുന്നു. പക്ഷേ ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ അമാലേക്കിനെ ഡിഫൻസീവ് മോഡിൽ ഇട്ടിട്ട് യാഹ്വേ ദൈവത്തിന്റെ സൈന്യ അറ്റാക്കിംഗ് മോഡിലേക്ക് കയറി വരികയാ. ഇന്നലകളിൽ നിന്റെ വീട്ടിൽ കയറി ആക്രമിച്ച പൈശാചിക മണ്ഡലങ്ങളെ ഈ 2025 നീ തിരിച്ചടിക്കോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? തിരിച്ചടിക്കുന്ന ഒരു അഭിഷേകം.
തിരിച്ചടിക്കുന്ന ഒരു അഭിഷേകം, പ്രതിരോധിക്കുന്നതല്ല, തിരിച്ചടിക്കുന്ന അഭിഷേകം. അന്യഭാഷകളിൽ ആരാധിച്ച് the church is not in a defensive mode, but the church is upgraded to an attacking mode. Shabala Regaja Regajam Pravaja Vaida Jagara Regaja Raltanaria നിന്റെ അഭിഷേകത്തിന്റെ ലെവല് മാറുക, നിന്റെ ദൈവകൃപയുടെ ലെവല് മാറുക, നിന്റെ മേലുള്ള ദൈവ നിയോഗം അത് ഷിഫ്റ്റ് ആവുക. Salba Rajania, Ralba Tolba Rahasia, Ralba Talbaradia. You are not in a defensive mode, but you are in an attacking mode. നീ പ്രതിരോധിക്കത്തില്ല, നീ കയറി ആക്രമിക്കുക. ശൗലു അഭിഷക്തനാ, ദാവീദും അഭിഷക്തനാ. പക്ഷെ ശൗലിൻ്റെ യുദ്ധങ്ങളെയൊക്കെ നിങ്ങൾ കേട്ടാൽ യാബേശ്യർ കടന്നു വരുന്നു, ഫെലിസ്ത്യർ കടന്നു വരുന്നു. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ ശൗല് പ്രതിരോധിക്കുക. പക്ഷെ ദാവീദിൻ്റെ യുദ്ധം പ്രതിരോധത്തിൻ്റെ യുദ്ധമല്ല. ഒരു കൊച്ചു രാഷ്ട്രത്തെ ദാൻ മുതൽ ബേർഷേബ വരെ പരന്നു കിടക്കുന്ന ശത്രുവിൻ്റെ പൊന്നിനെയും വെള്ളിയെയോ തൻ്റെ ഭണ്ഡാരത്തിലേക്ക് അക്വയർ ചെയ്യുന്ന ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് ഇസ്രായേലിനെ മറ്റു ജാതികൾക്ക് ഭയമാക്കുന്ന അളവിൽ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് ഇസ്രായേലിനെ പിടിച്ചുയർത്തിയത് ദാവീദിന്റെ അഭിഷേകമോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അഭിഷേകത്തെ അപ്ഗ്രേഡ് ചെയ്യുവാണെന്ന് തിരിച്ചറിഞ്ഞാട്ട് സൽമന റാൽജന ബർജന റാൽതന ധരാദിയ. ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ മാറി വരുന്നു, ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ മാറി വരുന്നു. ഓ പരിശുദ്ധാത്മാവ് ചിലരെ ഗ്ലോറി കവറിംഗ്, മഹത്വം കവർ ചെയ്യുന്നു. ലാബാല ജാലാബാല വൈഡാജ ലാജാരാജ റീബാല ജാബാര ജാരാദരാദി റീബാല ജബപ്രഭാസി മാർത്തേനി വലക്കട്ടാലി വർഷകർബരിബ പ്രവാജിയ റുമാന സാർത്തേനിയ. ജീസസ്, യേശുവേ. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് രണ്ട് തലമുണ്ട്. ഒന്ന്, യേശു കഫർനഹൂമിലെ വീട്ടിൽ ഇരിക്കുന്നുവെന്നറിഞ്ഞ് ജനത്തെ കൊണ്ടുവരും, വരുന്നവർക്ക് സൗഖ്യം. പക്ഷേ ശുശ്രൂഷയുടെ അടുത്ത ലെവൽ കയറി യേശു ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞു, ഇരിക്കുന്നിടത്ത് വരുന്നവനെ സൗഖ്യമാക്കുന്ന മിനിസ്ട്രി ഒന്ന് പോസ് ചെയ്തേ, നമുക്ക് വേറെ ഒരു മിനിസ്ട്രി ചെയ്യാം. സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചോ. ഗദരദേശത്തെ ഒരു ഭൂതബാധിതന്റെ ആ ടെറിട്ടറിയിലേക്ക് കർത്താവ് കയറി ചെല്ലുകയാ. ഇന്ന് രാത്രി പകൽക്കാലം ചില ടെറിട്ടറികളിലേക്ക് കയറി ചെല്ലുന്ന ടെറിട്ടറികളിലേക്ക് കയറി ചെല്ലുന്ന റാൽബ പ്രഭാനി, അതിന് വിശാലമാകുന്ന ഒരു യുദ്ധം. ടെറിട്ടറികളെ ഇൻഹെറിറ്റ് ചെയ്യുന്ന യുദ്ധം. ലാർ ബാർ ബാർ ബാർസി ബേർ കേലി റാൽ കേലി റാൽ തിറ്റേലി റൂസപേരി വാസ് ശൽബാരാജാരാധനാദി. ഇന്ന് പകൽ ഞാൻ ദൈവ പൈതലെ നിന്നോട് പറയട്ടെ, ഇസ്രായേൽ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ മുഴുവനോ അവരാരോടാ യുദ്ധം ചെയ്തത്? അവരെ ആക്രമിക്കാൻ വന്നവരോട് അവർ യുദ്ധം ചെയ്തു. പക്ഷെ യോർദാൻ കടന്നപ്പോൾ അവർ ആരോടാ യുദ്ധം ചെയ്തത്? അവരുടെ വാഗ്ദത്തത്തിൻ്റെ മേളിൽ പായ വിരിച്ചിരുന്ന കള്ളജാതികളോട്, 7 ജാതികളോടോ 31 രാജാക്കന്മാരോ. അവരാരും ഇങ്ങോട്ട് ഇസ്രായേലിനോട് ഫൈറ്റിന് വന്നവരാണോ? അല്ല. പകരം അവർ അങ്ങോട്ട് കയറി ഫൈറ്റ് ചെയ്ത് ചിലതിനെ നീക്കിക്കളയാൻ പോയി. യോർദാൻ കടന്നു കഴിഞ്ഞാൽ നീ ഡിഫൻസീവ് മോഡിൽ നിന്ന്
അറ്റാക്കിംഗ് മോഡിലേക്ക് മാറാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ അഭിഷേകത്തിന്റെ ലെവൽ മാറ്റുകയാ. നീ ഡിഫൻസീവ് മോഡിലല്ല, നീ അറ്റാക്കിംഗ് മോഡിലേക്ക്, വാഗ്ദത്തങ്ങൾ ഫുൾഫിൽമെന്റിലേക്ക് കയറുന്നത്, ടെറിട്ടറീസ് ക്രോസ് ചെയ്യുന്നത്. ഇന്ന് പകൽ നിന്റെ അഭിഷേകം ചേഞ്ച് ആകട്ടെ. അഭിഷേകം ചേഞ്ച് ആകട്ടെ. അഭിഷേകം ചേഞ്ച് ആകട്ടെ. റാൽബ പ്രഭാരി നിന്റെ രാജ്യത്വം പുതുക്കുകയാ. നിന്റെ രാജ്യത്വം പുതുക്കുകയാ. നിന്റെ രാജ്യത്വം പുതുക്കുകയാ. സാൽബാര ജാരാധനാദി റാൽബാന ജാർദാനിയ റാൽബ ടൽബ ടൽബാരാസിയ റാൽമ ടൽബനാദിയ റാൽകറ്റൽബനാദി ലാൽബറ്റർബനാസിയ. അന്യഭാഷ മാറുമെന്ന്, അന്യഭാഷ മാറും, അന്യഭാഷ മാറും. അതൊരു അടയാളമായിരിക്കും അഭിഷേകത്തിന്റെ ചേഞ്ച്. അതൊരു അടയാളമായിരിക്കും അഭിഷേകത്തിന്റെ ചേഞ്ച്. ഡിഫൻസീവ് മോഡിൽ നിന്ന് അറ്റാക്കിംഗ് മോഡിലേക്ക് കയറോ. ലാർക്കറ്റൽബര പ്രവാചന മട്ടോനിയ റമഹസിയാതര. ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ. ഏലാ താഴ്വരയിൽ 40 ദിവസം ഗോലിയാത്ത് മുന്നിലോട്ട് വരും. ജീസസ്. പരിചക്കാരൻ മുമ്പിൽ നടക്കും, ഗോലിയാത്ത് മുന്നിൽ വരും. പക്ഷേ ദാവീദ് പാളയത്തിൽ വന്നപ്പോൾ കഥ മാറി. യെസ്, ഗോലിയാത്ത് മുന്നിൽ വന്ന് നിന്നു. പക്ഷെ അതിൻ്റെ അടുത്ത ഭാഗം ദാവീദ് അണിക്ക് നേരെ ഓടി. യെസ്, ഗോലിയാത്തിന് വരാനും നിൽക്കാനും ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. 40 ദിവസം അവൻ ഒരു ബൗണ്ടറി വരെ വന്ന് നിന്ന് ആക്ഷേപിച്ചു. പക്ഷേ ദാവീദ് ഒറ്റയ്ക്ക് ഓടുകയാണ്. പുറകിൽ രാജാവ് നിപ്പുണ്ട്, പുറകിൽ ഒരു സൈന്യം നിപ്പുണ്ട്, പുറകിൽ ചേട്ടന്മാർ നിപ്പുണ്ട്, പുറകിൽ മിടുക്കന്മാർ നിപ്പുണ്ട്. പക്ഷെ 40 നിമിത്തം വാഴ പോലെ നിന്നവന്മാരുടെ നടുവിൽ നിന്ന് അഭിഷേകമുള്ള ഒരുത്തൻ ശത്രുവിന്റെ നേരെ ഒരു ഈറ്റപ്പുലിയെ പോലെ, റോക്കറ്റ് പോലെ അവൻ കുതിക്കുകയാ. ഇന്ന് പകൽ നിന്റെ അഭിഷേകത്തിന്റെ ലെവലാണ് നിന്റെ യുദ്ധങ്ങളുടെ മോഡ് മാറ്റുന്നത്. Thank you, Master. Rol Katar Mahasi Pravashi. Dhiraba Pravashia. Dhila Mahasiya Rakatal Panakarasi. Arm some of yourself. Jesus. യുദ്ധം യഹോവ നിങ്ങൾക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതത്രേ. അത് പക്ഷേ എവിടെയാ? രക്ഷിക്കപ്പെട്ട് ചെങ്കടലിൻ്റെ തീരത്ത്. പക്ഷെ ചെങ്കടൽ കഴിഞ്ഞ് മരുഭൂമി വരുമ്പോൾ യുദ്ധങ്ങളെ മോശ ഏറ്റെടുക്കുക. നീ യുദ്ധങ്ങളെ ഏറ്റെടുത്താൽ ദൈവം യുദ്ധത്തിൻ്റെ ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്റെ പേര് വെട്ടും. എന്നിട്ട് ദൈവം തൻ്റെ പേര് അവിടെ എഴുതി വെക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില സൈറ്റനിക് ടാർജറ്റുകളായി എഴുതപ്പെട്ടിരിക്കുന്ന പേരുകൾ, അതിനെ ദൈവം മായ്ച്ചിട്ട് ദൈവത്തിൻ്റെ പേരവിടെ എഴുതി വെക്കും. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് 2 വ്യക്തികളെ വ്യക്തമായി എന്നെ കാണിക്കുന്നു. നീ രക്ഷപ്പെട്ടാൽ നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് സാത്താൻ അറിയാം. നീ പൊങ്ങിയാൽ നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് നിന്റെ ഫൈറ്റ് ഭയങ്കര ഭീകരം. നീ രക്ഷപ്പെടുമെന്നല്ല നിന്നോടുള്ള വാഗ്ദത്തം, നീ അനേകരെ രക്ഷപ്പെടുത്തുമെന്ന നിന്റെ മേലുള്ള വാഗ്ദത്തം. അതാ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി നിന്നെ ഇട്ട് കറക്കിയത്. ലോർക്കസ്യ പ്രവാചി. യുദ്ധത്തിനൊരുങ്ങുക. 2024 അവസാനത്തിൽ എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അഭിഷക്തരോട് ഞാൻ പറയട്ടെ, കർത്താവേ 2024 ഒത്തിരി പോരാട്ടമായിരുന്നു, 25 ഒരു സമാധാനം തരണം. നോ, സമാധാനമല്ല, യുദ്ധം തന്നെ. ജീസസ്, യുദ്ധം തന്നെ.
യുദ്ധം തന്നെ. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ. വരേണ്ട യുദ്ധങ്ങൾ വരാതിരുന്നാൽ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകും. യുദ്ധത്തിന്റെ സമയത്ത് ദാവീദ് യുദ്ധങ്ങളെ ഒഴിവാക്കി. കൃപ നഷ്ടപ്പെട്ടു. ജീസസ്, കൃപ നഷ്ടപ്പെട്ടു. ഞാൻ അതിനിലേക്ക് കടക്കുന്നില്ല. ആമേൻ. ജീസസ്, ആമേൻ. യുദ്ധങ്ങൾ കൃപയെ വർദ്ധിപ്പിക്കും, അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. ഞാൻ യെശയ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ആമേൻ. യെശയ്യാ പ്രവചനം 21 അധ്യായം അതിൻ്റെ 5 വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. യെശയ്യാ പ്രവചനം 21 അധ്യായം അതിൻ്റെ 5 വാക്യം. മേശ ഒരുക്കുവീൻ, പരവതാനി വിരിപ്പീൻ, ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. അടുത്തത് ആ ആ ആ ആ ആ അവനൊരു സിംഹം പോലെ അലറി. ആരാണ് സിംഹം പോലെ അലറിയത്? ദൈവം ഒരുത്തനെ കാവൽക്കാരനാക്കി. ആ കാവൽക്കാരനാക്കിയവൻ മതിലിന്റെ മുകളിൽ കയറി. അവനിപ്പോൾ എന്ത് ചെയ്യുകയാണ്? സിംഹം പോലെ അലറുകയാണ്. ഞാൻ ആ സിംഹം പോലെ അലറുക, ആ ഭാഗം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോണം. ഞാൻ അതിന്റെ ഈ അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. സിംഹം പോലെ അലറി. അടുത്തത് ഇതാ കുതിര ഈരണ്ടായി. അടുത്ത ഭാഗം, കർത്താവേ ആ ആ ആ ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. ഇവൻ സിംഹം പോലെ അലറി, ഈരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. അടുത്തത് അവൻ പറഞ്ഞത് എന്താണ്? വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അവൻ കണ്ടതെന്താ? കുതിരപ്പട കയറി വരുന്നത്. അത് ദർശനത്തിന്റെ ഫസ്റ്റ് ഭാഗമായിരുന്നു. 2025 ആരംഭത്തിങ്കൽ നിനക്കെതിരെ കുതിരപ്പട കയറി വരുന്നത് നീ കണ്ടാൽ നീ രക്ഷപ്പെട്ടു. നിനക്കെതിരെ യുദ്ധം കണ്ടാൽ നീ രക്ഷപ്പെട്ടു. ആ യുദ്ധത്തിനൊരു സെക്കൻഡ് ലെവലുണ്ട്. അതിൽ നീ കാണും ബാബേൽ വീണു, അതിലെ വിഗ്രഹങ്ങൾ തകർന്നു കിടക്കുന്നു. ആർക്കേ കാണാൻ കഴിയത്തുള്ളൂ? ഞാൻ പകല് കാവൽ കാത്തു, രാത്രിയിലും കാവൽ കാത്തു. എൻ്റെ സഹോദരങ്ങളെ, ഈ 21 അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ 2 വാക്യം. കഠിനമായ ഒരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നിൽക്കട്ടെ. കവർച്ചക്കാരൻ കവർ ചെയ്യുന്നു. മറ്റേതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏലാമും മേധ്യയും എടുത്താൽ ഇന്നിപ്പം നമ്മൾ എങ്ങും എത്തത്തില്ല. ഇനി അടുത്തത് 3 വാക്യം. മതി. ഇവിടെ പറയുകയാണ്, എനിക്ക് ചെവി കേൾക്കാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ, ഞാൻ നിന്ന് വിറയ്ക്കുകയാ. എനിക്ക് വല്ലാത്ത പരിഭ്രമം പിടിച്ചു. ഞാൻ വല്ലാതെ അധൈര്യപ്പെട്ടു. ഞാൻ കണ്ട ദർശനം എന്താ? ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കഠിനമായിരിക്കുന്ന ദർശനം. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. പ്രതികൂലത്തിൻ്റെ ഒരു ദർശനം വെളിപ്പെട്ടു. ഹൃദയം പരിഭ്രമിച്ചു, ശരീരം വിറയ്ക്കാൻ തുടങ്ങി. 3 റലമാണ് അവിടെ പറയുന്നത്. ദർശനം വെളിപ്പെട്ടു, അത് സ്പിരിറ്റ് റലമാണ്. ആമേൻ. ഹൃദയ ഭീതി എന്നെ പിടിച്ചു, അത് മൈൻഡ് റലമാണ്. വിറയ്ക്കാൻ തുടങ്ങി, അത് ഫിസിക്കൽ റലമാണ്. ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഒന്നുപോലെ ഭയപ്പെടുന്ന പ്രതികൂലം കടന്നു വന്നു. പക്ഷെ ഇതിൻ്റെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം എന്താ പ്രവാചകനോട് പറഞ്ഞെന്നറിയാവോ?
നീ മേശയൊരുക്ക്, നീ പരവതാനി വിരിക്ക്, നീ ഭക്ഷിച്ച് പാനം ചെയ്യ്, നീ പരിചയ്ക്ക് എണ്ണ പൂശ്, കാവൽക്കാരനെ നിർത്ത്, നീ പരിഭ്രമിച്ചിടത്ത് നീ സിംഹം പോലെ അലറാൻ പോവാ, നീ പേടിച്ച് വിറച്ച ഇടത്ത് നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നടുവിന് കൈ കൊടുത്ത് അയ്യോ എന്ന് നിലവിളിച്ച ഇടത്ത് നീ സിംഹം പോലെ അലറാൻ പോവാ. നീ കുതിരപ്പടകളെ കാണും, പക്ഷേ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ബാലിലെ ദേവന്റെ വിഗ്രഹങ്ങൾ തകർന്നു കിടക്കുന്നത് നീ കാണും. ഇതാണ് ഒരു ദൈവ പൈതലിനെതിരായ യുദ്ധത്തിൽ സംഭവിക്കുന്നത്. നിനക്കെതിരെ ശത്രു കയറി വരും, നിനക്കെതിരെ കുതിരപ്പട കയറി വരും, നിന്നെ വിറപ്പിക്കുന്ന പോരാട്ടം വരും, ഭീതി നിന്നെ പിടിക്കും, വല്ലാതെ നിന്നെ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോകും, നിന്നെ ഒടുക്കിക്കളഞ്ഞ് തീർക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കും. പക്ഷേ അതിനകത്ത് നീ പരവതാനി വിരിച്ച് മേശയൊരുക്കി രഹസ്യ ചരാതരം വീതകല ഘടക ശബപ്രഭാരി ദീപാരഭ പ്രഭാരി നിന്റെ പരിചയ്ക്ക് എണ്ണ പൂശി നീ കാവല് കാക്കാൻ കയറി നിന്നാൽ ജീസസ്. ഇവിടെ പ്രിപ്പറേഷൻ ഫോർ ദ വാർഫെയർ 3 കാര്യമാണ് പറയുന്നത്. നീ പരവതാനി വിരിച്ച് നീ നന്നായിട്ട് എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. നീ നന്നായിട്ട് ഭക്ഷിക്കണം. യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ സംഗതി എന്താണെന്ന് അറിയാവോ? നീ നന്നായിട്ട് ഭക്ഷിക്കണം. നീ നന്നായിട്ട് ഭക്ഷിക്കണം. ഞാൻ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? നന്നായിട്ട് ഭക്ഷിക്കണം, നന്നായിട്ട് ഭക്ഷിക്കണം. വയറ് നിറച്ച് ഭക്ഷിക്കണം. രാവിലെ എഴുന്നേക്കുന്ന ഉടനെ ഭക്ഷിക്കണം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഭക്ഷിക്കണം. രാത്രി കിടക്കാൻ നേരം ഭക്ഷിക്കണം. ആമേൻ. ഡയല്യൂട്ട് ചെയ്ത പ്രസംഗങ്ങളാണെങ്കിൽ അത് കേൾക്കണം. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വചനമാണെങ്കിൽ അത് നീ ഭക്ഷിക്കണം. നന്നായിട്ട് 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 നീ ഭക്ഷിച്ച് പാനം ചെയ്യണോ? ഭക്ഷിച്ച് പാനം ചെയ്യണോ? രണ്ടാമത് എന്ത് ചെയ്യണോ എന്നറിയാമോ? നിന്റെ പരിചയ്ക്ക് ഈ എണ്ണ പൂശണം. നമ്മൾ മുമ്പേ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞു, പരിചയം എന്താ? ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ തക്കവണ്ണ വിശ്വാസം എന്ന പരിച. ആ വിശ്വാസത്തിന്റെ മേളിൽ വെറും വിശ്വാസമല്ല, അതിപരിശുദ്ധ വിശ്വാസം. ആമേൻ. വെറും വിശ്വാസമല്ല, അഭിഷേകം ചെയ്യപ്പെട്ട വിശ്വാസം. അനോയിന്റഡ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ മേളിൽ എന്തോ വരണോ? എണ്ണ പൂശണോ. വിശ്വാസിയായവൻ അഭിഷക്തനായി മാറ്റപ്പെടണം. ഇന്നലെ ഞാൻ പറഞ്ഞു ഭക്തനായവൻ അഭിഷക്തനാകണമെന്ന്. ഇന്ന് പകൽ ഞാൻ പറയുന്നു വിശ്വാസത്തിന്റെ മേലിന്റെ അഭിഷേകം. മൂന്നാമതായി പറയുകയാണ്, നീ കാവൽ കാക്കണം എന്ന് പറഞ്ഞാൽ രാത്രിയിലും നീ കാവൽ കാക്കണം എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങരുത്. നീ ഉണർന്നിരുന്ന് ആത്മാവിൽ ജാഗരിച്ച് തുടങ്ങണം. 3 കാര്യങ്ങളാണ് പ്രിപ്പറേഷൻ ഫോർ വാർഫെയർ. 1 വചന, 2 അഭിഷേക, 3 പ്രാർത്ഥന. ഈ 2024 അവസാനത്തിൽ ഞാൻ ആവർത്തിക്കുകയാണ്, വേർഡ്, സ്പിരിറ്റ്, പ്രയർ. മനസ്സിനകത്തിട്ടോ WSP, വേർഡ്, സ്പിരിറ്റ്, പ്രയർ. വേർഡ്, സ്പിരിറ്റ്, പ്രയർ. യോശുവയുടെ അടുക്ക ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് നൽകിയ എന്റെ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. പ്രതികൂലം വന്നാലും നീ വാഗ്ദത്തം ഉരുവിട്, പ്രശ്നം വന്നാലും നീ വാഗ്ദത്തം ഉരുവിട്. എല്ലാരും നെഗറ്റീവ് പറഞ്ഞാല് നീ വാഗ്ദത്തം ഉരുവിട്. ചുറ്റിനും നിന്ന് പരിഹസിച്ചാല് നീ വാഗ്ദത്തം ഉരുവിട്. തലകുത്തി നിന്ന് നിന്നെ പ്രാഗിയാല് നീ വാഗ്ദത്തം ഉരുവിട്. നിന്റെ വായിൽ നിന്ന് എന്റെ വചനം നീങ്ങിപ്പോകരുത്. Ponder the word, ponder the promise, ponder the commandment. Lasya, Rajana, Rajya. Lara Mahasiyara Janadara, Ralba Pravajia, Rala Pravari, Atala Barabaudi Pravari, David Gilboa. നോക്കി നിലവിളിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഗിൽബോവ പർവ്വതങ്ങളെ, നിന്റെ മേൽ മഞ്ഞും മഴയും പെയ്യാതിരിക്കട്ടെ. അവിടെയല്ലയോ ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിചകൾ എറിഞ്ഞു കളഞ്ഞത്. ശൗലിനും പരിചയുണ്ടായിരുന്നു, പക്ഷേ അത് എറിയേണ്ടി വന്നത് എന്താണെന്നറിയാമോ? അതിനകത്ത് തൈലമില്ലാഞ്ഞതുകൊണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹുമനിയോസിന്റെ അലക്സറിന്റെയും വിശ്വാസം തകർന്നു പോയി. അതിനകത്ത് അഭിഷേകത്തിന്റെ പ്രകാശനം ലഭിച്ചില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പെന്തക്കോസിന്റെ ദൈവമക്കളോട് പറയട്ടെ, നീയും ഞാനും ബ്രദർ ആൻഡ് ഫെയ്ത്ത് അല്ല, ഹോളി സ്പിരിറ്റ് പെന്തക്കോസിനകത്ത് നിൽക്കുന്നവരാ.
അഭിഷേകത്തിനകത്ത് നിൽക്കുന്നവരാ. എന്റെയും നിന്റെയും വിശ്വാസത്തിനകത്ത് അഭിഷേകത്തെ കത്തിക്ക. ഒരു നിമിഷം എല്ലാവരും അന്യഭാഷകളിൽ ആ ഒരു തൈലം എന്റെ മേൽ വീഴട്ടെ. ഒരു തൈലം എന്റെ വിശ്വാസത്തിൽ, ഒരു തൈലം, ഒരു അഭിഷേകം. ലംബജരംബര ഭൗതിക രാധന, വൈടക രാധന, മതികജ രാധന, അരബല ഭൗതിക രാശപരാധന, വൈടക രഞ്ജന വേദിനി, വിടകല വൈടക രാശവ, റംബല വേദിനി ഹട്ടല, വൈടക രാജന വൈട, റീബല ഭൈരക രാജ, ഹരിഗടി ഗച്ഛന ഗൗഡ, ധീമന ബൗഷരി ബൗദ്ധേ, റീബൽ ഖാരം പ്രേമേ. ഇതാ ദൈവശക്തി നിന്റെ മേൽ, നിന്റെ പരിചയുടെ മേൽ. ഇതാ ലാസരെ അർത്ഥലേജരേധരെ റാസി മേരി ധൂലതെ വൈഡ ധാകലെ അർത്ഥിമാനി ജീവതെ വർത്തമാന ധൂലതെ അർത്ഥിമാന വേരതെ അർത്ഥിമാന സൂരതെ. അഭിഷേകം 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 അഭിഷേകം. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. റാസറ്റാരിയ അന്യഭാഷയെ തൊണ്ട പൊട്ടുമാറെ ശക്തമായി അന്യഭാഷ ഉറക്ക വിളിച്ച് അഭിഷക്തന്മാരെ സിംഹം പോലെ അലറട്ടെ. Lora baba baba rala gada 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 rala la kara kara kataria rala gada 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 satharadia ra baba pravaria la gada 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 syaradhara rala gada 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 sapravaria arthara pravaria arba pravaria Rabala Hadaraga Jaradia, Rabala Gadagaraga Idagaria, Rega Jagaragaraga Teradia, Alakatalaria, Raba Pravalia, Rala Gadagadagadagada, Ribabala. Oh, Raba Baba Baba, Ribababa, Raba Baba. La ba 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 ra la khata 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 khata. എൻ്റെ സഹോദരങ്ങളെ, കണ്ടു കാണാതെ ചെവി കേൾക്കാതെ പരിഭ്രമിച്ച് പേടിച്ച് വിറച്ചടത്തുന്ന നിന്റെ പ്രയർ ഏത് ലെവലിലേക്ക് മാറി? ആസ് ദ റോറിങ് ഓഫ് ലയൺ. ഞാൻ എൻ്റെ ദൈവമക്കളോടൊരു കാര്യം പറയാം. നമ്മളുടെ പല അനുഗ്രഹങ്ങളുടെയും തടസ്സമായി നിൽക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാത്തതല്ല, നമ്മുടെ പ്രാർത്ഥന തന്നെ. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളിലെ ചിലരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം, നാടൻ ഭാഷ പറഞ്ഞ കുടുംബം മുടിക്കുന്നത് നമ്മളിൽ ചിലരുടെ പ്രാർത്ഥനയാണ്. ജീസസ്. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ആൻറ്റി ഉണ്ട്. പ്രാർത്ഥിക്കാനിരുന്ന അന്നേരം അങ്ങോട്ട് എൻ്റെ ഭാഷ പറഞ്ഞ മോങ്ങാൻ തുടങ്ങി. ആ ഇരിക്കുന്ന അത്രയും പേരുടെ അന്തരീക്ഷം മുഴുവനും ഓഫ് ചെയ്ത് കളയും. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം. ആമേൻ. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ആമേൻ. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ആരംഭത്തിങ്കൽ പ്രാർത്ഥന എന്തായിരുന്നു? ചിലപ്പായിരുന്നു. കലകല കല 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 കല. കർത്താവേ അത്ഭുതം പ്രവർത്തിക്കണമേ, സ്തോത്രം 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 സ്തോത്രം. ഇതെന്തായിരുന്നു? കിളികളുടെ ആരവം പോലെ ചിലപ്പായിരുന്നു. പ്രശ്നം വന്നപ്പോ കർത്താവേ സൗഖ്യം തരണേ, വിടുതൽ തരണേ, അത്ഭുതം ചെയ്യണേ. കുറെ 2 ആഴ്ച കഴിഞ്ഞിട്ട് സൗഖ്യം വിടുതലും ഒന്നും വന്നില്ല. അപ്പോൾ പ്രാർത്ഥന അടുത്ത ലെവലിലേക്ക് മാറി. ഞാൻ പ്രാവ് പോലെ എൻ്റെ ദൈവമേ, അയ്യോ. ചിലപ്പോൾ എന്തോ ആയി, കുറുകലായി. കുറെ കഴിഞ്ഞപ്പോ അടുത്തത് എൻ്റെ കണ്ണ്, എൻ്റെ ദൈവമേ എത്ര നാളായി കഷ്ടമൊക്കെ.
ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മളിൽ അനേകരുടെയും ജീവിതത്തെ മുടിച്ചു കിട്ടുന്നത്. ചിലപ്പി തുടങ്ങി ഞരക്കത്തി വന്ന് ഇപ്പോൾ ഒന്നുമില്ലാതെ നോക്കി കണ്ണെന്തോ ചെയ്തു, ക്ഷീണിച്ചിരിക്കുക. പക്ഷെ ഇതിനെ ഒന്ന് തിരിച്ചു വായിച്ചേ. പ്രതിസന്ധിയുടെ നടുവിൽ ഞാനിങ്ങനെ നോക്കി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഞരങ്ങാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഞരങ്ങിയിട്ട് കാര്യമില്ലെന്ന് കണ്ട് ഞാൻ അങ്ങോട്ട് ചിലയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ചിലച്ചിട്ട് കാര്യമില്ല, ഒരു സിംഹം പോലെ ഗർജിക്കണമെന്ന്. കർത്താവ് പറയുക, നീ എങ്ങനെ കരയണം, നീ എങ്ങനെ നിലവിളിക്കണം, നീ എങ്ങനെ പ്രാർത്ഥിക്കണം. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി. എന്താണ് കാഹളത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇടിമുഴക്കവും കാഹളവും തമ്മിലുള്ള വ്യത്യാസം. ആമേൻ. ഇടിമുഴക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇത് ഇടിമുഴക്കം പോലെ, തണ്ടർ. അതേസമയം കാഹളം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇത്രയുള്ളോ കാഹളം? നോ. ഒരു മനുഷ്യൻ്റെ ലങ്സിനകത്ത് കിടക്കുന്ന അവസാന പോയിന്റ് ശ്വാസവും വെളിയിൽ വരുന്നിടം വരെ എന്തോ ചെയ്യും? അവൻ ഊതിക്കൊണ്ടിരിക്കുക. അപ്പൊ കർത്താവ് പറയാ, നീ കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. എന്റെ ദൈവമേ, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ എല്ലാ സഭാരാധനയിലും എല്ലാ മീറ്റിങ്ങിലും ജനത്തെ കൊണ്ട് ഹല്ലേലൂയ വിളിപ്പിക്കുമ്പോൾ തകർത്ത ഇടിനാദം പോലെ മഹാപുരുഷാരത്തിന്റെ ആരവം പോലെയൊക്കെ വിളിപ്പിച്ചിട്ട് ഞാൻ അവസാനം പറയും, as the trumpet blows, കാഹളം പോലെ. അത് പറയുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവരും ട്രെയിൻഡ്. കാഹളം പോലെ എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അത്രയും നേരം ഹല്ലേലൂയ പറയാത്തവരും കൈ ഉയർത്തി prolonging, sustaining. വെറുതെ പ്രാർത്ഥിക്കരുത്, ചുമ്മാ പ്രാർത്ഥിക്കരുത്, ഉണങ്ങി ഉണങ്ങി പ്രാർത്ഥിക്കരുത്. എന്ന് നെഗറ്റീവ് പറഞ്ഞ് എന്നെ കൈവിട്ടോ, എന്നെ ഉപേക്ഷിച്ചോ, പ്രാർത്ഥിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കരുത്. സങ്കടത്തോടു കൂടിയ പ്രാർത്ഥന രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിരാശയോടുകൂടിയ പ്രാർത്ഥന രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ കുറെ വായി വന്നതെല്ലാം പറഞ്ഞു പ്രാർത്ഥിച്ച എന്തെങ്കിലും നടക്കുമെന്ന് എഴുതിയിട്ടുണ്ടോ? നോ. Pray in faith. Pray by faith. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സങ്കടം വെളിപ്പെടുത്തേണ്ട സ്ഥലമല്ല. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തേണ്ട സ്ഥലമാണ്. യെസ്. പ്രാർത്ഥന നമ്മുടെ സങ്കടം വെളിപ്പെടുത്തേണ്ട ഇടമല്ല. പ്രാർത്ഥന നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തേണ്ട ഇടമാണ്. മാനിഫെസ്റ്റ് യുവർ ഫെയ്ത്ത്, ഡിസ്പ്ലേ യുവർ ഫെയ്ത്ത്. ഹോ, നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ കരച്ചില്, നിന്റെ സങ്കടവും നിന്റെ വേദനയും കണ്ടുകൊണ്ടിരുന്ന പിശാച് അപ്പുറത്തിരുന്ന് കൈകൊട്ടും. പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ വിശ്വാസം മാനിഫെസ്റ്റ് ചെയ്താൽ പിശാച് 110 ചെതറുവന്നേ. മാനിഫെസ്റ്റ് യുവർ ഫെയ്ത്ത് ഇൻ പ്രയർ. ഹോളി സ്പിരിറ്റ്. ആമേൻ. പ്രതിസന്ധികൾ, സങ്കടങ്ങൾ വരുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പകരണം. പക്ഷേ ദൈവസന്നിധിയിൽ സങ്കടം പകരുമ്പോൾ കർത്താവ് ഒരു കൃപ തരും, കർത്താവ് ഒരു അഭിഷേകം തരും. ആ അഭിഷേകം കിട്ടുന്നിടം വരെ കരയാവും. ആ അഭിഷേകം കിട്ടുന്നിടം വരെ കരയണം. പക്ഷെ ആ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലല്ല, സിംഹം പോലെ അലറിക്കയറി വരണം. ജീസസ് ലോർക്കറ്റൽബ പ്രവാചന റേബ പ്രഭാഷ്യ. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ പോയിന്റ് ഇവിടെ നിർത്തുകയാണ്. യുദ്ധത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങണം. ഇന്ന് വൈകിട്ട് അടുത്ത ഭാഗത്തിലേക്ക് കയറാം. യേശു, ആമേൻ, യേശു കർത്താവ് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. പ്രധാനമായ യേശുവിൻ്റെ ഏറ്റവും വലിയ യുദ്ധം വൈഷ്ണുകളെ, അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് കാൽവറിയിൽ കീഴടക്കുക. പക്ഷേ യേശു വെറുതെ അങ്ങ് യുദ്ധത്തിന് പോകുമായിരുന്നു. പെസഹയ്ക്ക് ശേഷം സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയി. യേശു ഒലിവുമലയിൽ ചെന്നു. ഗത്സമനയുടെ പൂങ്കാവനത്തിൽ ഒരു പാറപ്പുറത്ത് ചെന്ന് മുട്ടുകുത്തി 3 പ്രാവശ്യം നിലത്ത് വീണ് യേശു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന കഴിഞ്ഞ് യേശു എഴുന്നേൽക്കുമ്പോൾ
ദൂതന്മാർ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഹി വാസ് എംപവേർഡ്, ഹി വാസ് എക്യുപ്ഡ്. ഈ ഉപവാസ പ്രാർത്ഥനകൾ പരീക്ഷകളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയല്ല, പ്രതികൂലങ്ങളിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയല്ല. ആമേൻ. പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ വൻ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, ഞാൻ വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ഞാൻ ആ കൃപയാൽ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശബരാചര മൗഢികരഥേ ഞാൻ ആ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, ഞാൻ വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ കോട്ടകൾ തകർത്തി. ഓ കൃപയാൽ എന്നെ അഭിഷേകം, ഓ ഞാൻ വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ ശബരാധാര വൈഡ വിവരാചര ബൗഡാരകത രേതേരകതേ അമാരാകശേ വൻ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ ശകരാചര ബൗഡികരാധ വിമല രമന 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 വൈഡാര വൈഡാര രഗനാഥ വൈഡാര. അഭിഷേകം പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
വൈകുന്നേരം നമുക്ക് സെഷൻ ഈ ഹോളിൽ തന്നെ 7 മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവമക്കൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഈ അധികാരത്തോടെ തന്നെ നിങ്ങൾ വരണം. ആമേൻ. നമ്മൾ മാത്രമല്ല, ഇന്ന് കടന്നു വരാത്ത പ്രിയപ്പെട്ടവർക്കും ദൈവം അധികാരം ദൈവം കൈമാറണം. ഞാൻ ഓരോ സെഷനിൽ പറയാറുണ്ട്, വരാത്ത പ്രിയപ്പെട്ടവർക്ക് ഈ ദൂതുകളും ഈ അഭിഷേകത്തിന് നിരവും ദൈവം നൽകുവാൻ ദൈവസഭയിൽ ഒന്നും ഒരു ഗ്യാപ്പ് വരാതെ വേണം. ദൈവം ഓരോരുത്തരെ ദൈവം അഭിഷേകത്തെ നിറയ്ക്കുവാൻ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അപ്പർ റൂമായിട്ട്, ആമേൻ, ഹല്ലേലൂയ, മാലിക മുറിയായി ദൈവസഭയ്ക്ക് വേണ്ടി ഈ ഹോൾ നമ്പർ 5 ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഈ വർഷം പ്രാർത്ഥന, ഹല്ലേലൂയ, ഈ ഹോളിൽ നടക്കുന്ന ഓരോ സെഷനില് വ്യക്തമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ അനുഭവിക്കും. നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് സാധാരണക്കാരനായിട്ടല്ല. ഓ ഹല്ലേലൂയ, നമ്മൾ വന്ന അനുഭവങ്ങളല്ല. നമ്മൾ ഈ മാലിക മുറിയിൽ ഇറങ്ങുമ്പോൾ യെരൂശലേമിൽ കൂടി വന്ന ക്ഷണം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ ആമേൻ, ആ മുറിയിൽ വന്നതുപോലെ ഒരു അനുഭവം ദൈവം നമുക്ക് ഈ പട്ടണത്തിൽ ദൈവം നൽകും. ഓ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് ഹല്ലേലൂയ ഏറ്റെടുത്ത് കരങ്ങളടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. പുതിയ വർഷത്തിൽ ദൈവം അതും സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഓ ശബദബസിക ഉയിബകരബസികര ഒരു ഡിഫെൻസീവ് മോഡിൽ നിന്ന് ഹല്ലേലൂയ ഓപ്പോസിഷൻ മോഡിലേക്ക്, ശത്രുവിന്റെ പാലയത്തിലേക്ക് കയറുന്ന അനുഭവത്തിലേക്ക് ദൈവസഭ ദൈവം വളർത്തട്ടെ. ദൈവസഭ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ബിനോ ബ്രദർ പ്രാർത്ഥിക്കണം. അതിനുശേഷം കർത്താവദാസൻ പാസ്റ്റർ ബിനോയ് നമ്മളെ നടുവിലുണ്ട്. ദൈവദാസൻ മുമ്പിൽ വന്ന് ആശീർവാദം പറയണം. ബിനോ ബ്രദർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടും കൂടെ ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുതൽ ചെയ്യുന്നു. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, അവിടുന്ന് കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷേകത്തിനെ അങ്ങ് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ യുദ്ധത്തിനായി ഞങ്ങളുടെ കരങ്ങളെയും പോരിഞ്ഞ് ഞങ്ങളുടെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ റബറഖതല റബഗദലെ റിമാ ഹദല റവശര റബഗദലെ റലറമന റഖദമനാദലബെ റിബല റചലസ്മാനി ആദരാദരെ അങ്ങ് വലിയവൻ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, യഹോവനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ
അങ്ങിന്നും ജീവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളുടെ മുൻപിൽ സഞ്ചരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ടല്ലോ, ഒരു ദൈവ സാന്നിധ്യമുണ്ടല്ലോ, ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടല്ലോ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്നതിനായി സ്തോത്രം. ദിവസങ്ങളിൽ അതിനായിട്ട് യുദ്ധത്തിനായി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ദുഷ്ട ശക്തിയെ കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് മാറാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ട് ദാവീദ് മുൻപോട്ട് പോയതുപോലെ യഹോവയുടെ നാമത്തെ ദുഷിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ശാസിക്കുവാൻ, അതിനെ അമർച്ച ചെയ്യുവാനുള്ള അഭിഷേകം ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് തന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളുടെ മീറ്റിംഗുകളെ അനുഗ്രഹിക്കണം അപ്പച്ചാ. കൂടുതലായി ബലം പ്രാപിക്കുവാൻ, കൂടുതലായി അങ്ങ് അറിയുവാൻ, അവിടുത്തെ ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയ നദിയിലേക്ക് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അറിയോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മപ്രഭാവത്തിൽ, ഒരു ആത്മ നദിയിലേക്ക് സഭയെ ഇറക്കണമേ അപ്പച്ചാ. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്നതൊക്കെ ജീവനുള്ളതായി തീരുന്നത് പോലെ അനേകരെ നേടുവാൻ, ചലിക്കുന്നതിനൊക്കെ ജീവൻ പകരുവാൻ, ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നതിന് ജീവൻ പകരുവാനുള്ള ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ അഭിഷേകത്തിനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വിനോയ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ ആരാധന അനുഗ്രഹിക്കണമേ. ദേവദാസനെ ബലപ്പെടുത്തണമേ. അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി നിൽക്കണമേ. സമാഗമന കൂടാരത്തിൽ അവിടുത്തെ മേഘം ഇറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അതൊന്ന് അനുഭവിക്കുവാൻ, ഞങ്ങൾ അതൊന്ന് രുചിച്ചറിയുവാൻ അപ്പച്ചൻ സഹായിക്കണമേ അപ്പച്ച. അവിടുന്ന് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. മടക്കയാത്രയിൽ എല്ലാവരും സൂക്ഷിക്കണേ. ദുഷ്ടൻ ആരെയും തുടരുത്. യേശു ക്രിസ്തുവിന്റെ പുണ്യ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് അതിരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗർജിക്കുന്ന സിംഹങ്ങൾ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരണം. അലറുന്ന സിംഹങ്ങൾ ഇതിനകത്തുനിന്ന് ഇറങ്ങി വരണം. കർത്താവ്, ഈ നാളെ ഗർജിക്കുന്ന സിംഹം എന്ന പോലെ പിശാച് ഞങ്ങളെ തകർക്കാൻ നോക്കിയ മണ്ഡലത്തിനകത്തുനിന്ന് കർത്താവെ അലറുന്ന സിംഹം എന്ന പോലെ തന്നെ ജനമാതിരം തുറന്ന് ഈ നാളുകളിൽ ബലത്തോടെ പുറത്തു വരേണ്ടതിന് നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ അതിൻ്റെ അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് നാവിന്മേലും അവരുടെ അസ്ഥികൾ മേൽ അവരുടെ അസ്ഥികളെ പോലും ബലപ്പെടുത്തുന്ന, മഞ്ചകളെ പോലും ബലപ്പെടുത്തുന്ന ആത്മാവിന്റെ ശക്തിയെ പുതുക്കുന്ന ദൈവ പ്രവൃത്തി ഇന്ന് അസ്ഥി താഴ്വരകളെ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നിങ്ങളുടെ വചനമായി അങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ആമേൻ. അങ്ങ് കൽപ്പിച്ചിരിക്കുന്നതാ. ഈ നാളുകൾ അടങ്ങുവാൻ കൽപ്പിച്ചതിനോട് ഇനി തല ഉയർത്തരുതെന്ന് പറയുന്ന തക്കവണ്ണം ഇന്ന് ചിലതൊക്കെ തല ഉയർത്താൻ നിൽക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ ദൈവം ഇന്ന് ചില തലകളെ വെട്ടിക്കളയുക മാത്രമല്ല, ഒരിക്കലായി എന്നേക്കുമായി അവരെ ചവിട്ടിത്താക്കുന്ന ഒരു അഭിഷേകം. ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചവർ ആത്മാവിൽ കണ്ടുകൊണ്ട് ചിലതൊക്കെ ഇന്ന് പറയുമ്പോൾ ഇന്ന് അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. തന്റെ അഭിഷക്തന്റെ നാവിൽ കൂടെ വെളിപ്പെട്ട വചനമൊക്കെയും അത് ചെല്ലുന്നിടത്തൊക്കെ അതിന്റെ പ്രവൃത്തി ചെയ്തത് മാത്രമല്ല, അത് ഈ ആഴ്ചവട്ടത്തിൽ തന്നെ ഞങ്ങൾ കണ്ടനുഭവിപ്പാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചെയ്തിരിക്കുന്ന ദൈവ പ്രവൃത്തിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല മണ്ഡലത്തിന്മേലും തന്റെ കർത്തദാസൻ അഭിഷക്തിയിൽ കൂടെ വെളിപ്പെട്ട എല്ലാ ദൈവിക വിടുതലുകൾ മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. ഡിസൈബിൾ പാസ്റ്റർ കുടുംബമായി സൂര്യൻ കടന്നു വന്നിരിക്കുന്നു. ഇത് അടുത്ത സെഷൻസിൽ ദൈവദാസൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. സ്തോത്രം. ഇന്ന് 7 മണിക്കായിരിക്കും മീറ്റിംഗ്. പ്രിയ സരിത സിസ്റ്റർ വെച്ച് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. സഹോദരി ഇപ്പോൾ യാത്രയിലായിരിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ വഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ്.